ഫുള്ള് കളത്തിൽ നിങ്ങൾ രണ്ടാളും ഒരു ടീമായിട്ട് തന്നെ അറ്റാക്ക് ചെയ്യുന്ന അത് ശരിയാവൂല. പടച്ചോനെ 1 2 3 വെച്ചിട്ട് എത്ര വേണമെങ്കിൽ വീണോ? മനുഷ്യന് സംസാരിക്കാനും പറ്റുന്നില്ല, നാവ് വഴങ്ങുന്നില്ല, കണ്ടുപിടിച്ച പോലെയുണ്ട്. ഓ കള്ളുടിക്കണ്ട നീ മയവില്ലാടാ, നീ മഴവിൽ കാണണ്ടരാ? ഇല്ല ഇല്ല, ഇങ്ങനത്തെ മഴവില നമ്മൾ പോയി ഞാൻ കണ്ടില്ല. ഫ്ലവർ ഷോ. ഹലോ, മോനൂസ് വൈബ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഞങ്ങൾ ഇങ്ങോട്ട് ഊട്ടിയിലേക്ക് വരുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. ഈ ബാക്കിൽ കാണുന്നത് പാലസ് തീമിൽ, കൊട്ടാരം തീമിൽ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാടുണ്ട് നമുക്ക് കാണാൻ വേണ്ടി. അതിൻ്റെ അടുത്ത് ഒരു പഠനയെല്ലാം കാണുന്നുണ്ടാ, നല്ല രസമല്ലാണ്. മഴ പെയ്തുകൊണ്ട് എല്ലാവരും അവിടെ ഇവിടെ നിൽക്കുന്നുണ്ട്. 127-ാമത്തെയാണ്. ഇങ്ങനെ വരുമ്പം കണ്ടിട്ടുണ്ടാവൂലേ, എന്തൊരു ഭംഗിയുള്ള സ്ഥലമാ മോനെ. എനിക്ക് രസമെന്ന് പറയാനും എനിക്ക് വാക്കുകളില്ല. ഭയങ്കര മഴയുണ്ട്, കോടയുണ്ട്, തണുപ്പുണ്ട്, ഭയങ്കര സീനറി ഉണ്ട്, എല്ലാം കൂടെ ഒരു രക്ഷയില്ല കേട്ടാ. പിന്നെ ചാച്ചു പറയുന്നത് ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ പാർക്കുണ്ട്. ഇപ്പോഴത്തെ ആകെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് മഴ പെയ്തിട്ടുണ്ട്, അതാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ പ്രശ്നമല്ല, മഴ ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർക്ക് രണ്ട് രീതിയിൽ നമുക്ക്. അതെ, ഒന്ന് നമുക്കെന്ന് വെച്ചാൽ റൂമിലിരുന്ന് മഴ കണ്ട് ആസ്വദിക്കാം. പക്ഷെ എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ എല്ലാം നടക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. വൈകുന്നേരം ഇങ്ങനെ തണുപ്പെല്ലാം കൊണ്ട് നടക്കണമെന്ന് ആഗ്രഹമുണ്ട്. കുറച്ചൊന്ന് മഴ നിന്നിട്ടുണ്ടെങ്കിൽ പുറത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ചാച്ചുവിന് കളിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പം അതൊക്കെയാണ് നമ്മൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നടന്നത്. പിന്നെ ഇതിന് മുന്നത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ അല്ലേ? നമ്മുടെ എവിടെയാണ് റിസോർട്ട്, ഇതിന് മുന്നത്തെ റിസോർട്ട് എന്ന് പറഞ്ഞാൽ യന്ത്ര. അപ്പം അതും അടിപൊളിയാണ്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മറക്കാതെ അതും കൂടെ കാണണം. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ പേര് ബ്രിട്ടീഷ് കൗണ്ടി അല്ലേ? അപ്പം നല്ല അടിപൊളി റിസോർട്ടാട്ടോ ഇതും. ഇതിൻ്റെ പ്രത്യേകത ഭയങ്കര സീനറി ആണെന്നുള്ളതാണ്. പിന്നെ കുറേ കളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. രണ്ടും വേറെ വേറെ രീതിയിലുള്ള റിസോർട്ടാണ്. അപ്പം എന്താ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം നിങ്ങൾ കാണാം. പിന്നെന്താ, അത്രേ ഉള്ളൂ. ബാക്കി നമുക്കിങ്ങനെ വഴിയെ കാണാം അല്ലേ? പിന്നെ സംഭവം ഇതെന്നാടാ സാധനം? ഇതിനാണോ റെയിൻബോ എന്ന് പറയുന്നത്? മഴവില്ലാടാ, നീ മഴവിൽ കാണണ്ടരാ? ഇല്ല ഇല്ല, ഇങ്ങനത്തെ മഴവില നമ്മൾ പോയി ഞാൻ കണ്ടില്ല. നമ്മളില്ലേ കേക്ക് ഉണ്ടോന്നറിയില്ല. ഞങ്ങള് ഒരു ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണ് കേട്ടാ. ഇപ്പൊ സമയം 6 മണി കഴിഞ്ഞ്. പക്ഷെ ഇവിടെ കണ്ടാ പറയില്ല 6 മണിയായി. അങ്ങോട്ട് കാണിച്ചു കൊടുക്ക സാറ്. നല്ല ക്ലിയർ ആയിട്ടില്ല, അതായത് ഇപ്പൊ ഞങ്ങള് ചെറുതായിട്ടൊന്ന് നടന്നിട്ടൊക്കെ വരാം. പിന്നെ റൂമിൽ തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു സുഖമില്ലല്ലോ അല്ലേ? ഞങ്ങള് ഇത്ര ആൾക്കാരല്ലോ കേട്ടാ. ഞാനും സനുവും നിഖിലും ചാച്ചുട്ടി 4 ആൾക്കാര്. ബാക്കി എല്ലാവരും റൂമിലുണ്ട്. പിന്നെ ഇതിലൂടെയാ നേരത്തെ പന്നി പോയത്. പന്നി ഇനി വരുമെന്ന് അറിയില്ല. വന്നവരൊറ്റ നമ്മുടെ റൂം എവിടെ ഇരുന്നു? അവിടെ ആയിരുന്നു അല്ലേ? ഇവിടെയല്ല, അല്ല അവിടെ. ഇവിടെ അതേട്ടാ ഞങ്ങള് താമസിച്ച റൂമ്. കിച്ചും അച്ഛനും അടുത്ത് നോക്കുന്നുണ്ട് ഉള്ളെന്ന്. ശരിക്കും കാണുന്നുണ്ടാവില്ല. കിച്ചും അച്ഛനും ഉണ്ട് ഉള്ളെന്ന്. കിച്ചുവിനെ കൂട്ടിയില്ല, കിച്ചുവിന് നല്ല തണുപ്പല്ലേ ഇപ്പൊ. അപ്പൊ ഒന്ന് പനിയെങ്ങാനും പിടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് നോക്കിണ്ട്. കരയോന്നറിയില്ല, വേഗം വിട്ടോ. കുറച്ചധികം നോക്കിയാൽ കരയില്ല. അപ്പൊ ചെവി ഇങ്ങനെ പൊക്കുന്ന നേരത്തെ അതിപ്പോ ഞങ്ങൾ ഇവിടുന്ന് മേടിച്ചതാ. കാണിച്ചേ, ബൊട്ടാണിക്കൽ ഗാർഡൻ മേടിച്ചതാ. പല്ല് കടിക്കണേ, അത് ഞെക്കുമ്പോൾ പല്ല്.
ഇനി രണ്ടും താക്ക്, രണ്ടും ഞെക്കുമ്പോ താഴെ ഞെക്കുമ്പോ അതിങ്ങനെ ചെവി വെക്കും. ഒരു സൗണ്ടും ഉണ്ട്. തണുത്ത കുറച്ച് മനുഷ്യന് സംസാരിക്കാനും പറ്റുന്നില്ല, നാവ് വഴങ്ങുന്നില്ല, കള്ളുപിടിച്ച പോലെ ഉണ്ട്. കള്ളുപിടിക്കണ്ടേ? കള്ളുപിടിച്ചവരെ കണ്ടിട്ടുണ്ടല്ലോ. ഞങ്ങള് നടന്ന് പിന്നെ കുറച്ച് മുന്നോട്ട് വന്നു. ഇവിടെ ഫുള്ള് കൃഷിയാണ്. അപ്പൊ ഞങ്ങള് വിചാരിച്ചു ഓരോരുത്തരും കിടന്ന് പറക്കുന്നു. ഇവിടെ ട്രാക്ടർ എല്ലാം നിർത്തിയിട്ട് ചാച്ചുവിന് ട്രാക്ടറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നേ. പിന്നെ അധികം ദൂരം ഒന്നും പോകാനുള്ള സ്ഥലവും അങ്ങനെയെല്ലാം മഴയായതുകൊണ്ട് ഫുള്ള് വെള്ളമായതുകൊണ്ട് നടക്കാൻ പറ്റുന്നില്ല. മഴയില്ലാത്ത സമയമാണെങ്കിൽ നന്നായിരുന്നു. ഇനി ഇവിടെ സ്വിച്ചിട്ട പോലെയാ മഴ പെയ്യുന്നത്. ചടവാന്ന മഴ. ഇപ്പം ഞാൻ പറയാൻ മഴയില്ല, ഇനിയിപ്പോൾ മഴ വന്നു. ഞങ്ങൾ വലിയ ഫാമിലി കൊടയിൽ എടുത്തിട്ട് വന്നിട്ട് സാധനം ഒറ്റ കയ്യിൽ നിൽക്കുന്നു. ക്യാമറമാൻ എല്ലാ സൗകര്യങ്ങളും നമ്മുടെ വീട് എവിടെ റൂം റിസോർട്ടാണോ? അപ്പം കുറച്ച് അങ്ങോട്ടേക്കും നടന്ന് കുറച്ച് ഇങ്ങോട്ടേക്കും നടന്നു. അപ്പം തണുത്തിട്ട് എവിടെയും പോകാൻ പറ്റുന്നില്ല, മഴയായിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാ പോവാ? ചാച്ചു വന്നെങ്കിൽ തീരെ നടക്കുന്നില്ല, എന്നെ എടുക്കുമോ എന്ന് പറഞ്ഞ കരയുന്നു. ചാച്ചു എനിക്ക് ഭയങ്കര ബിൽഡപ്പ് എല്ലാം തന്നിട്ട് നീ നരിയൊക്കെ നടന്നോളണം. അപ്പം ചായ കുടിക്കാം, നല്ല ചായ കുടിക്കാം. ഇപ്പം എത്ര സമയമായി? ഇവിടെ വാച്ച് കിട്ടിയില്ലടാ. എത്ര സമയമായി? സമയം 6:30. 6:30. അപ്പം നമുക്ക് പോയി ചായ കുടിക്കാം. നടക്കൂ ചാച്ചൻ, ഇങ്ങനെ എടുക്ക. പോയി ട്രാക്ടറിൻ്റെ അടുത്ത് നിന്ന് നോക്കി വെക്കുക. ട്രാക്ടർ ടയർ നോക്കി ചാച്ചു. പാമ്പും കോണിയും കളിക്കാൻ പോന്ന രാത്രിയില് എത്ര സമയം ഇപ്പൊ? ഞങ്ങൾക്ക് ബ്ലൂ കളർ ഇതാണോ വേണ്ടേ? അത് എല്ലാരും എടുക്കട്ടെ. കളിക്കാൻ പറ്റുമോന്ന് അറിയില്ല, ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ചാണ് കവർ 2 വേണം ഞങ്ങൾക്ക്. അപ്പം ആരെല്ലുണ്ട്? ഞാനും സനുവും ചാച്ചുവും നീങ്കിലും കേട്ടാ. അച്ഛൻ ഉള്ളിൽ എന്തോ മൊബൈലിൽ കാണുന്ന അമ്മ കിടന്ന് 25 ഒന്നാറ്റം വീണാല് എന്റെ പോയി ചില പാമ്പ് വിഴുങ്ങണേ. കാണുന്നില്ല 73 നേരെ ഇറങ്ങി എത്രയിലെത്തിയ? 15. ഇത് കളി തീരൂല, ഇന്ന് നേരം വെളുക്കൂ. അച്ഛൻ 2 പ്രാവശ്യം ഇട്ട് കളതരോ ഇതല്ല ഒന്ന് കിട്ടാത്തോണ്ടല്ലേ 3. അതന്നെ 5 വീണടാ. 5 വീണ്. ഇതായത് എനിക്ക് ഓണി കയറുന്നാനെ. 1 2 3 4 5. അച്ഛന് നിങ്ങൾ പിന്നെ മേലെ എത്തിയിരിക്കുന്നു. അയക്കില്ല, കോണി കയറി ഒന്നുകൂടി കളിച്ചൂടാ. അങ്ങനെ ഉണ്ട്. 2 എത്ര? 59 അല്ലേ? 60 61. അച്ഛന്റെ അടിയുള്ളേ 6 13 14 6 19. സനു പിന്നെ കോണി കയറി 3 ആവണേ. സനുവിന് 3 ആവണേ. അമ്പട വീകരായി എന്റെ 1 2 3 4 കാറ്റ് ഒന്നിട്ടാ മതി. നമ്മളെ ചായ വന്നപ്പോഴത്തേക്കും ഇപ്പോഴത്തെ പോരാട്ടം നാരെല്ലാം തമ്മിൽ ആ സനു എന്നിട്ട് ചായ മതി. ഇതാ ചായ ഒരു കാറ്റിന് തണുത്തു. പാല് വേണ്ട. അശോകന് ക്ഷീണാവാ. എനിക്ക് പാലുണ്ട്. അപ്പം വേണോ? എടാ അപ്പവും വേണേ. വേഗം കുടിച്ചോ എല്ലാരും വേഗം കുടിച്ചോ, ഇല്ലേ വേഗം തണുക്കും. അയ്യോ ഇത് പടപടാൻ തീർന്നു പോവും. ഇതാ ചാച്ചു ഇനി ഒന്നും നോക്കൂല, ഇനി കളിയും ഉണ്ടാവൂല, ഒന്നും ഉണ്ടാവൂല. നല്ല വ്യൂവും ചായയും മഴയും. രവീന്ദ്രൻ പക്ഷെ പാട്ടില്ലാന്നുള്ളൂ. പൊട്ടിയപ്പോ മിക്സറിലുള്ള സ്ഥാനത്ത്
ഒന്നിട്ടിട്ട് മാധവനെ കൊല്ലാൻ പോവാ. നീ അറിഞ്ഞ മാധവനെ കൊല്ലാൻ പോവാ അറിഞ്ഞ ഒന്ന് വീണാല് സനു ഇവിടെ എത്തും. രണ്ടിലൊന്നും ഇപ്പൊ അറിയാം, രണ്ടിലൊന്നും ഇപ്പൊ അറിയാം. വർത്താനം പറയല്ലോ, നീട്ട് ഒന്ന് വീഴോ നോക്കട്ടെ. ദൈവമേ, അടുത്ത് ഇവനല്ലേ അല്ലേ എനക്ക് ഇനി എന്നെ കിട്ടില്ല. നീ പാമ്പിനെ ഉദ്ദേശിച്ചല്ലോ മതിയില്ലേ. പാമ്പ് കിട്ടും. 1 2 3 4 5 5 വേട്ടെ, 5 വേട്ടെ. ഇട് 5 വേണേ, 5 വേണേ, 5 വേണേ. 2. എന്നാലും നീ പേടിക്കണം. ഞാൻ 4 ഇതല്ല. 1 2 3 4. അടുത്തതാരാ? പടച്ചോനെ 1 2 3 ഒഴിച്ചിട്ട് എത്ര വേണമെങ്കിൽ വീണോ? രണ്ടാമത്തെ പാമ്പ്, പാമ്പ് നിങ്ങൾ കാണണം. ഇതാ ഈ പാമ്പ് എന്താ 1 2 3 2 പ്രാവശ്യമായി ഇതാ ഇത്രയും വലിയ പാമ്പ് വീണിരുന്നു. ഇതുകൊണ്ടാ ഞാൻ തുടക്കത്തിലേ പറഞ്ഞ ഈ കളിക്ക് ഞാനില്ല. ഇത് തുടങ്ങുമ്പോ പറഞ്ഞ ലുഡോ കളിക്കിന്റെ പുറത്തെ ലുഡോ ആയിരിക്കുമല്ലോ, ഞങ്ങള് വിട്ടില്ല. 2 പ്രാവശ്യം പാമ്പ് വിഴുങ്ങി. ആ നമുക്കായില്ല. ആരാ ഇനി? ചേച്ചി 3 ആണേ. 4. ഓ ചാച്ചു ചേച്ചി, അതൊരു പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നേ. ചാച്ചു എന്തായാലും അത് പ്രതീക്ഷിക്കാണ്ടായിരുന്നു. സനു ജയിക്കും തന്നെയാ വിചാരിച്ചു. ഞാൻ ചാച്ചിന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. സ്വന്തം ഭർത്താവിനോട്ട് എനിക്ക് തോന്നുന്നുണ്ടോ? ആക്ച്വലി എന്താന്ന് വെച്ചാല് ഇത് എന്റത്, ഇത് സനുവിന്റത്. അപ്പൊ എനക്കല്ലടാ എല്ലാരും വിട്ടിട്ട് ഇവിടെ വിന്നാവുന്ന എനിക്ക് എത്ര എനിക്ക് ഒന്നുകിലും 3 അല്ലെങ്കിൽ 4. എനിക്ക് പാമ്പ് കണ്ടിരുന്ന എന്റെ ഭാര്യ പാമ്പ് കടിക്കരുത്. 3 1 2 3 എന്നെ വെട്ടില്ല. ഇതാണ് കർമ്മ. വെട്ടില്ല. ഞാനില്ലേ കളിക്കാം. ഞാനില്ലേ കളിക്കാൻ ഫുള്ള് കളത്തര ഇവിടെ. ഞാനില്ല. ഈ ഊട്ടിയിൽ ഇന്ന് മുതൽ ഞാൻ പാമ്പ് കൂടി കളിക്കൂല. നിർത്തി. ഊട്ടിയെ സാധനം ഞാൻ നിർത്തി. ഞാനില്ല. 3 4 വലിയ ഇവന്റെ ഓട്ടം കണ്ടപ്പോഴേ എനിക്ക് തോന്നി നീ പാമ്പിന്റെ അടുത്തേക്കാ. 1 2 3 4 5 6. ഞാൻ കളിക്കില്ല എന്ന് പറഞ്ഞാൽ 1 2. അടുത്ത ഞാന്. എനിക്ക് 1 വീണാലും ഞാൻ ജയിക്കൂട്ടാ. കിച്ചൂട്ട് മോനെ അതിന് ഞാനിട്ട റെഡി ആവുക. കള്ളത്തരം അത് വീണിനട. എന്ത് താള്ളത്തരം സാധനം, ഭയങ്കര കള്ളത്തരം. ഇല്ല അത് റെഡി ആവില്ല. ഇല്ല ഓനിട്ടിന് അത് സാരമില്ല. എനിക്ക് രാശി മതി. ഫുള്ള് കള്ളത്തരം. നിങ്ങൾ രണ്ടാളും ഒരു ടീമായിട്ട് തന്നെ അറ്റാക്ക് ചെയ്യുന്ന അത് ശരിയാവൂല. അത് സാരമില്ല, എന്റെ മോനല്ല. ഞാൻ അങ്ങനെ പോണായിരുന്നു. ഞാൻ ജയിച്ചത് ഓൾറെഡി. വെറും കള്ളത്തരം കൊണ്ടായിരുന്നു. ഞാൻ ജയിച്ച് അംഗീകരിക്കാൻ പഠിക്കും. ആദ്യം അംഗീകരിക്കാൻ പഠിക്കും. ഒരു തട്ടലും ഇല്ല. ഫുള്ള് കള്ളത്തരം. ഞാൻ പോതാ. തോറ്റ് ഏറ്റവും ഫസ്റ്റ് 5 കൂടിയാണ് ഏറ്റവും വലിയ പാമ്പ് വീണ്. 1 2 3 4 5 പ്രാവശ്യം എന്റെ പാമ്പ മണിക്ക 99 തന്നെ വെട്ടി. എന്നിട്ട് ഞാൻ തിരിച്ചു വന്ന് ഞാൻ ജയിച്ചടാ. ചേച്ചി എന്റെ പാമ്പ് വെട്ടി പോലൊരു ചെറിയതായിരുന്നു. ആരെങ്കിലായിക്കോട്ടെ. സാരമില്ല.
ഫോർത്ത് ഞാൻ പോട്ടെ ഫസ്റ്റ് ചാച്ചു, സെക്കൻഡ്, തേർഡ്, അടുത്ത കാവലപ്പാട്ട് മത്സരത്തിൽ നോക്കാം. അത്രേ ഉള്ളൂ. അല്ല, പോയി പൊറോട്ട കളിക്കുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞ ഇത് ഞാൻ എന്തായാലും പോകുന്നു. പോയി 2 പൊറോട്ട കഴിക്കും. ക്ഷീണം തീർക്കട്ടെ. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഈ സന്ദർഭത്തിൽ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞാല് 56-ൽ വെച്ച് എന്നെ ഒരിക്കൽ പാമ്പ് വിഴുങ്ങിയതാണ്. അപ്പൊ സനുവടില്ലായിരുന്നു. നെഗിൽ മാത്രം, നെഗിലിന് തീരെ ബോധമില്ലായിരുന്നു. നെഗില് കണ്ടില്ല. പിന്നെ ചാച്ചു ഉണ്ടായി. ചാച്ചിന് പിന്നെ അറിയൂല. ചാച്ചു കൊറേ നോക്കുന്നല്ലോ. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്ന ഈശ്വരനെ കാണില്ല. അല്ല, കള്ളക്കളി കളിച്ച് ചാർജ് ചെയ്യിക്കാം. നിന്റെ ജയ അസാധമായിരിക്കാം. അത്രേ ഉള്ളൂ. നിന്റെ ജയ അസാധമായിരിക്കാം. ഇല്ലല്ല, സത്യം കുറെ കാലം കഴിഞ്ഞിട്ട് പറയേണ്ടത്. ഇത്ര പെട്ടെന്ന് പറയാൻ പാടില്ല. സമയം 9 മണിയായില്ല. അപ്പൊ രാത്രി ഭക്ഷണം കഴിക്കുന്നതാണ്. ചിക്കനും പുറത്ത് വ്യൂ കണ്ടോണ്ട് കുറച്ച് ആൾക്കാർ കഴിക്കുന്നു. ഉള്ളിൽ തണുപ്പ് സഹിക്കാൻ പറ്റാണ്ട് കുറച്ചാൾ ഇരിക്കുന്നു. കിച്ചു ചപ്പാത്തിയും ചിക്കനുമാണ് കഴിക്കുന്നത്. പിന്നെ പൊറോട്ട ഉണ്ട്, പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ട്. അപ്പം എല്ലാം കഴിക്കട്ടെ. നല്ലോണം സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങട്ടെ. രാവിലെ ഞാൻ ഒരു സ്ഥലത്ത് പോകാനുള്ളതാണ്. അപ്പം അതിൻ്റെ വീഡിയോ അടുത്തതായിട്ട് വരും കേട്ടോ. നല്ല സെറ്റ് പട്ടിപൊളി സൂപ്പർ സ്ഥലമാണ്. അപ്പം ഒന്നും ഇപ്പം പറയണതാ വേണ്ടല്ലേ, ഒന്നും പറയില്ല, ക്ലൂ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോ മറക്കാതെ കാണണേ. അപ്പോൾ ഈ വീഡിയോ ഒന്ന് എനിക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഉമ്മ